വഴുതിനങ്ങയുടെ തോരനാണ് ഇവിടെ കാണുന്നത്. നമുക്ക് തോട്ടത്തിലേക്ക് പോയി കുറച്ച് വഴുതിന പറിച്ചു കൊണ്ട് വന്നിട്ട് വേണം എനിക്ക് അല്പം തോരൻ ഉണ്ടാക്കാൻ. അങ്ങനെ ഞാൻ തോട്ടത്തിലേക്ക് പോയതാണ്. അവിടെ കുറച്ച് കായ പിടിച്ച് കിടക്കുന്നുണ്ട്. അവിടെ തന്നെ പച്ചമുളകും ഉണ്ട്. അപ്പോൾ പച്ചമുളകും വഴുതിനയും പറിച്ച് വരാം. അതല്പം മൂത്ത് പോയി അതിന് വെള്ള കളറ് കൂടി പോയിട്ടുണ്ട്. പിന്നെ അധികം വെള്ള കളറ് വരരുത്. പിന്നെ ഇതിന് കുറച്ച് ഡീപ്പായിട്ടുള്ള വയലറ്റ് കളറ് കാണാം. അത് ഇളയതായിരിക്കും. അപ്പോൾ മൂപ്പെത്തി തുടങ്ങുമ്പോഴേക്കും അതിൻ്റെ കളറൊക്കെ ഒന്ന് കുറഞ്ഞു വരും. കാറ്റൂസും കൂടെ വന്നിട്ടുണ്ട്. അത് കുറച്ചൊക്കെ ആ പുല്ലിലൂടെ ചാടിക്കളിച്ച് കിടക്കുകയാണ്. വളം ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് ദിവസമായി. രാസവളമൊന്നും ചേർക്കാറില്ല. കുറച്ച് കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ചൊഴിച്ച് കൊടുത്താൽ നല്ല പോലെ വലുതായി വരും. അപ്പോൾ കായും നല്ല പോലെ വലുതാവും. പിന്നെ ഇഷ്ടം പോലെ പുതിയ ശാഖകളൊക്കെ ഉണ്ടായി നിറയെ കായകൾ പിടിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പം മഴ പെയ്ത് തുടങ്ങി. അപ്പോൾ ഞാൻ വളം ചെയ്ത് കൊടുത്തിട്ടില്ല. ഇനിയിപ്പോൾ ഒന്ന് കൊടുക്കണം. അപ്പോൾ കടലപ്പിണ്ണാക്ക് വാങ്ങിക്കൊണ്ട് വരണം. പിന്നെ ഈ മുളകിനും കുറച്ച് കടലപ്പിണ്ണാക്ക് ഒഴിച്ച് കൊടുത്താൽ നല്ലതാണ്. അതും നല്ല പോലെ പൂവിട്ട് കുറേ കായൊക്കെ ഉണ്ടായി വരും. ഇത് കഴിഞ്ഞ സീസണിൽ നിറയെ കായ ഉണ്ടായി കഴിഞ്ഞതാണ്. അപ്പോൾ അതിൽ ബാക്കി വന്ന കുറച്ച് കായകളാണ് ഇപ്പോൾ ഞാൻ പറിച്ചെടുക്കുന്നത്. ഇനിയിപ്പോൾ വീണ്ടും കുറേ പൂക്കളൊക്കെ ഉണ്ടായി നിറയെ കായ പിടിക്കും. കുറച്ച് കെട്ടിയിട്ടുണ്ട്. ഇപ്പോൾ വഴുതിന കുറച്ചുണ്ട്, പച്ചമുളക് കുറച്ചുണ്ട്. അപ്പോൾ ഇതൊരു 2 ദിവസത്തേക്ക് തോരൻ വെക്കാനുണ്ട്. പിന്നെ തോരൻ മാത്രമല്ല വഴുതിന ഉപയോഗിച്ച് ചെയ്യുന്നത് മുറിച്ചെടുത്തിട്ട് പൊരിക്കാം. മീൻ പൊരിക്കുന്നത് പോലെ പൊരിച്ചെടുക്കാം. പിന്നെ കറികളിലൊക്കെ ചേർക്കാമല്ലോ. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ. അപ്പോൾ ഞാൻ അവിടെ നിന്ന് തിരിച്ചിങ്ങ് പോന്നു. എൻ്റെ കൂടെ എൻ്റെ പൂച്ചയും തിരിച്ചിങ്ങ് പോന്നു. അതായത് കാത്തു എന്നാണ് പറയൽ. അപ്പോൾ കാത്തും തിരിച്ചങ്ങ് പോന്നു. അപ്പോൾ നമുക്ക് ഇത് വഴുതിന വൃത്തിയാക്കിയിട്ട് എല്ലാം മുറിച്ചെടുക്കണം. ചോപ്പിംഗ് ബോർഡ് ഉണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് ഇതാണ് ഇഷ്ടം. എനിക്ക് ചോപ്പിംഗ് ബോർഡ് എടുക്കാൻ മറന്നു പോകും. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ വിരലിൽ വെച്ച് മുറിച്ചിടും. നിങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്യാറ്? ചോപ്പിംഗ് ബോർഡ് മാത്രം ഉപയോഗിച്ച് ചെയ്യുന്നവരുണ്ടാവും. പക്ഷെ എനിക്ക് ആദ്യകാലങ്ങളിൽ ഇങ്ങനെ തന്നെ വെച്ച് മുറിച്ച് ശീലിച്ചു പോയി. ചോപ്പിംഗ് ബോർഡിനെ കുറിച്ച് ഓർക്കില്ല. അപ്പോൾ ഇത്രയും മതി. അപ്പോൾ നമ്മൾ തോട്ടത്തിൽ നിന്ന് പറിച്ചെടുത്ത വഴുതിന മുഴുവനും എടുത്തിട്ടില്ല. അപ്പോൾ ഇത്രയും മതിയാവും ഞങ്ങൾക്ക് ഒരു വീട്ടിലേക്ക് വേണ്ട പിന്നെ തോരന്. അപ്പോൾ ഇതിൽ ഇനി ഒരു സവാള കൂടി ചേർക്കും. അപ്പോൾ അതും കൂടിയാവുമ്പോൾ സെറ്റായിരിക്കും അളവ്. പിന്നെ ഈ മുളക് ഇങ്ങനെ മുറിച്ചാൽ മതി. കാരണം ഇത് അധികം മൂപ്പ് എത്തിയിട്ടില്ല. അപ്പോൾ അധികം മൂപ്പ് എത്താത്തത് കൊണ്ട് എരിവ് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ അത് കടിച്ചു പോയാലും വലിയ ബുദ്ധിമുട്ടൊന്നും വരില്ല. കൂടുതൽ നീട്ടൊന്നുമില്ല. വീഡിയോ വളരെ ചുരുക്കിയാണ് എടുക്കുന്നത്. പെട്ടെന്ന് ചെയ്ത് തീർക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അധികം പിന്നെ ഇങ്ങനെ നീട്ടി വലിച്ച് നീട്ടി കൊണ്ടുപോയി ബോറടിപ്പിക്കുന്നില്ല. ഇനി കടുക് ഇടണം. വെളിച്ചെണ്ണ ചൂടായി വരുന്നുണ്ട്. കടുക് പൊട്ടിയ ശേഷം
മുറിച്ച് വെച്ച വഴുതന കൂടി ചേർത്ത് കൊടുത്തു. വഴുതനയോടൊപ്പം കറിവേപ്പിലയും പച്ചമുളകുമാണ് ഉള്ളത്. ഒരിടത്തരം വലുപ്പത്തിലുള്ള സവാള മുറിച്ചിടുകയാണ്. അപ്പോൾ അതും അതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇങ്ങനെ ചെയ്യുന്നത് പാചകം എളുപ്പത്തിൽ കഴിയാൻ വേണ്ടിയാണ് കേട്ടോ. അല്ലാതെ ആദ്യമേ ഇതെല്ലാം മുറിച്ച് വെച്ച് ഒക്കെ സെറ്റാക്കി വരുമ്പോഴേക്കും കുറേ സമയം പിടിക്കും. ഈ ഒരു സമയം കൊണ്ട് വഴുതന അല്പം വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. സവാള അധികം വേവിക്കേണ്ടതില്ല. അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. അതൊരു കളറിന് മാത്രമായിട്ട് ഒരല്പം മഞ്ഞൾപ്പൊടി, പിന്നെ പാകത്തിനുള്ള ഉപ്പ്. തീയൊന്ന് കുറച്ച് വെച്ചിട്ടുണ്ട്, മൂടി വെച്ചു. ഇനി ആ ചെറിയ തീയിൽ നിന്ന് ചെറിയ ചൂടോടെ അതിങ്ങനെ വെന്ത് വരും. നല്ല പോലെ വെന്ത് കഴിഞ്ഞു. ഇത് 2 മിനിറ്റേ വെച്ചിട്ടുള്ളൂ, അപ്പോഴേക്കും അത് വെന്ത് കഴിഞ്ഞു. ഇത് വഴുതനയ്ക്ക് അത്രയല്ലേ വേവുള്ളൂ. പിന്നെ സവാളയാണെങ്കിൽ കൂടുതൽ വേവാനോ ഒന്നും നിൽക്കേണ്ടതില്ല. അതൊന്ന് വാടി കിട്ടിയാൽ മതി. അതാണ് തോരൻ്റെ പാകം. അപ്പോൾ തീയൊക്കെ ഓഫ് ചെയ്തു. അപ്പോൾ നമ്മുടെ തോരൻ സെറ്റായി. ഇപ്പോൾ കണ്ടില്ലേ, ഞാൻ കപ്പിലേക്ക് മാറ്റി കൊടുത്തു. എൻ്റെ ഈ വീഡിയോ കണ്ടതിൽ ഒരുപാട് നന്ദി പറയുകയാണ്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തി ഐക്കൺ ചെയ്യുക. അപ്പോൾ എൻ്റെ അടുത്ത വീഡിയോ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, താങ്ക് യു.